തോന്നിക്കുന്ന ഒരു വർഷം അപ്പോൾ ഭൂരിപക്ഷം പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും ദൈവത്തോട് പറഞ്ഞു, അതായത് ലോകത്തിൻ്റെ ശാന്തി സമാധാനം നമുക്ക് നിങ്ങളുടെ എല്ലാവരും ഈ വർഷം നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കണം, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹം ഉണ്ടാവും, അതൊക്കെ നിറവേറ്റെ ഈ വർഷം നമുക്ക് നല്ലതാവാൻ ഞാൻ ദൈവത്തോട് പറയുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ജോലിക്കണം. അതായത് 1000 വർഷം 10 വർഷത്തിൽ ഭൂതങ്ങൾ നിർമ്മിച്ചിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ അത്ര വലിയ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുടെ കഥകളാണ് നമ്മുടെ ഇന്ത്യയിൽ. 1000 വർഷം 2000 വർഷം 10 ക്ഷേത്രങ്ങളാണ്. എന്നാൽ ഭൂതങ്ങൾ നിർമ്മിച്ച ക്ഷേത്രം എന്ന് നമുക്ക് വിശ്വസിക്കാൻ. എന്നാൽ അത്ര വലിയ ക്ഷേത്രമാണ്. അതെവിടെയെങ്കിലും മധ്യപ്രദേശിൽ അതായത് മുറാന ജില്ലയിൽ സിക്കോയ പട്ടണത്തിലാണ് ഈ കാക്കമാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതായത് സിക്കോയിൽ നിന്ന് 2 കിലോമീറ്ററും ഗോളിയിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയാണ് ഈ കാക്കമാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഭൂതങ്ങൾ നിർമ്മിച്ച ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. ഒരൊറ്റ തൂണുകൾ ചുറ്റപ്പെട്ട ക്ഷേത്രമാണ്. അതേപോലെ 11ാം ശതകത്തിലെ കച്ചേരി വംശത്തിലെ രാജപുത്രി രാജാവാണ് നിർമ്മിച്ചത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പത്നി റാണി കഥാമതി ശിവഭക്തിയുടെ വലിയൊരു ശിവഭക്തിയായിരുന്നു കാരണം തന്നെ അത് തൻ്റെ റാണിയുടെ പേരാണ് ഈ ക്ഷേത്രം നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ക്ഷേത്രം ശിവഭഗവാൻ സമർപ്പിച്ച ക്ഷേത്രമാണ്. അതായത് ഈ ക്ഷേത്രത്തിന് മറ്റൊരു രസകരമായ വിശ്വാസം എന്ന് പറയുന്നത് ശിവൻ നേരിട്ട് വന്ന് ഭൂതങ്ങൾക്ക് തനിക്കൊരു ക്ഷേത്രം പണിതയോ ആവശ്യപ്പെടുകയും അങ്ങനെ ഭൂതങ്ങൾ പണിതെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ രക്ഷാർത്ഥമാണ് പണി കഴിക്കപ്പെട്ട ക്ഷേത്രങ്ങളാണ്. അതായത് രാവിലെയാണ് പിന്നീട് അവർ പോകുന്നത്. ഇന്ന് പണി പൂർത്തിയായ ക്ഷേത്രങ്ങളാണ് അത് പകുതി. അതേപോലെ കാലക്രമം കൊണ്ട് ക്ഷേത്രങ്ങൾ അവിടെ ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും 1000 വർഷത്തിൽ ഈ ക്ഷേത്രത്തിന് ഒരു കുറവില്ല. അതിന് പ്രൗഢി നിൽക്കുന്നു. അത്ര ഒരു നിസ്സാര പറയുമ്പോൾ അതാണ് ഏറ്റവും അതിശയകരം. അതുകൊണ്ട് ഈ ക്ഷേത്രം നിർമ്മിച്ചത് സിമെൻറ്റ് ചുണ്ണാമ്പ് കൊണ്ടല്ല, വെറും കല്ലുകൾ കൊണ്ടാണ്. അത് പിരമിഡ് പോലെ. അതായത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തൊടാൻ വേണ്ടി കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം ഈ ശിവലിംഗത്തെ തൊടാൻ പോകും. അതേപോലെ തന്നെ ഇതിൻ്റെ ആർക്കിടെക്ചറും അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വിസ്മയിപ്പിക്കുന്നതാണ്. ഇന്നത്തെ കാലത്ത് സാധ്യമാണ്. അന്നത്തെ കാലത്ത് ഇത് സാധ്യമാകുന്ന അത്ര നിസ്സാരമല്ല. ഇതിന് എന്താ പറയുക, ഇന്നും ഒരു അതിശയ ശക്തി എന്നാണ് പറയുന്നത്. ഇന്നും നിഗൂഢമായ ഒരു ക്ഷേത്രം കൂടിയാണ് ഈ കാക്കമാല ക്ഷേത്രം. അതേപോലെ തന്നെ ഒറ്റ പണിയൊക്കെ കഴിഞ്ഞ ക്ഷേത്രം. അതുപോലെ 120 അടി ഉയരം. അതുകൊണ്ട് ശ്രീകോവിൽ ഇനി ഇതിനൊന്നും സംഭവിച്ചില്ല പറഞ്ഞാൽ അത്ര പരിശീല കാര്യമാണ്. പല പൂർവ്വങ്ങൾ സംഭവിച്ചിട്ടും ആ ക്ഷേത്രത്തിനെ അതിൻ്റെ തൊട്ട് പ്രദേശത്തെ ക്ഷേത്രം നശിച്ചത് ഈ ക്ഷേത്രമാണ്. ഇന്നും തലയെടുപ്പ് നിൽക്കുന്ന അത്ര നിസ്സാര കാര്യങ്ങൾ. ഇന്ന് ഈ ക്ഷേത്രം വളരെയധികം 1000 വർഷം പഴക്കമുണ്ടതിന് ഇത്തരം തലയെടുപ്പ് നിൽക്കുന്നതാണ് അത്രയും അതിശയ കാര്യം. അതാണ് പറയുന്നത്. ഇന്നും ഭൂതങ്ങൾ നിർമ്മിച്ചതാണ്. ഇന്നൊരു നിഗൂഢമായി തന്നെ തുടരുന്നൊരു ക്ഷേത്രം കൂടിയാണ് കാക്കമാല ക്ഷേത്രം. അപ്പം ഇത് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓളൊക്കെ ഞാൻ വീഡിയോ കിട്ടിയതാണ്. ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാകും. ജസ്റ്റ് കാണിച്ചു.